ഡ്രീമിംഗ് ഗേൾ ഫ്രം കൊച്ചി. കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഹൈന്ദവർക്ക് രാമായണ മാസം ആരംഭം എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ രാവിലെ രാമായണ പാരായണമൊക്കെ നടത്തി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു മാസം കൂടിയാണല്ലോ ഇത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞ കർക്കിടകം എന്നാണ് ഈ ഒരു മാസത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആ ഒരു സമയത്തൊക്കെ മഴ കൂടുതലായിട്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ കർഷകർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ പഴയ കാലമൊക്കെ പോയി പറഞ്ഞു, ഇപ്പം അങ്ങനെ പഞ്ഞൊന്നുമില്ല, എപ്പോഴും നമുക്ക് ഓണം തന്നെയാണ്. എന്നാലും ഈ ഒരു മാസം നമ്മൾ ലളിതമായിട്ടൊക്കെ ആചരിക്കാറുണ്ടല്ലേ, നാലമ്പല ദർശനം നടത്തിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യുന്നത്. പലരും പല പല കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിലപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടാവും. എന്താ പറയണ്ടേ, ഹെയർ കെയറിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയറിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്ലാനിങ് ഒക്കെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ നാച്ചുറലായിട്ട് നമ്മളുടെ കണ്ണുകൾക്ക് നല്ല കുളിർമയേകുന്ന നല്ല അടിപൊളി കറുകറുത്ത കൺമഷി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറുകറുത്ത കൺമഷിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൺമഷി ഇവിടെ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെപ്പിലൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു കൺമഷി എന്താണെന്ന് കാണിച്ചു തരാം. കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പനിക്കുറുക്ക, കയ്യുണ്ണി, ചെറുനാരങ്ങ, തുളസി, വെറ്റില, പിന്നെ ആവണക്കണ്ണ. ഇതിലേതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൺമഷി ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലെയുള്ള ഒരു കല്ലിൽ നമുക്ക് പനിക്കുറുക്കയും അതോടൊപ്പം തന്നെ തുളസിയും പിന്നെ കയ്യുണ്ണിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി വെറ്റില ഇതുപോലെ കീറിയിട്ട് ഇതും നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. നന്നായി ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള നല്ല കട്ട പച്ച കളറിലെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വൃത്തിയുള്ള വെള്ളത്തുണി മുക്കി അത് നമുക്ക് ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കരുത്, ഒരു നിഴലുള്ള സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. ഇത് ഓക്കെ, അപ്പോൾ നമ്മളിത് ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ള തുണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കീറാട്ടോ. നമ്മുടെ തിരുനൂലൊക്കെ റെഡിയാക്കുന്നത് പോലെ നമുക്കിത് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഓക്കെ, നമുക്കിനി ഇത് ഇട്ടിട്ട് കത്തിക്കാം. ഇത് ഞാനിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ലെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കറിച്ചട്ടി എടുത്തിട്ട് ഇങ്ങനെ മൂടുന്നുണ്ട്. രാത്രി 11:30ക്കാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ശരിക്കും ഇങ്ങനെ പുക വരുന്നുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നണം കേട്ടോ. നല്ല ശരിക്കും പുക വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുക നമുക്ക് നോക്കാമല്ലോ ഇതായിട്ടുണ്ടോ ഇല്ലയോ. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എന്നാലും മൊത്തത്തിൽ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞങ്ങളത് ആ ഒരു തിരുനൂല് എരിഞ്ഞ് തീരാൻ വേണ്ടി വെച്ചു. കുറച്ച് മണിക്കൂറുകൾ എടുക്കോട്ടോ എന്തായാലും റെഡി ആയി വരാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഉണ്ടായിരുന്ന ആ ഒരു കഷ്ണം കൂടി കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:30 ആയിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സമയം ഇപ്പോൾ 2:30 ആയി. അപ്പോൾ നമ്മൾ വെളുപ്പിന് 2:30ക്കാണ് ബാക്കിയുള്ളത് നോക്കുന്നത്. നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുക്കേണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് എന്തോരം ആയിട്ടുണ്ടെന്ന് നോക്കാം. വാവ്, നമ്മുടെ കരി മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺമഷി കേട്ടോ. പൊളിയായിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കൺമഷി ഇതിൽ നിന്നും എടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു 2 തുള്ളി ആവണക്കണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീരെ കുറച്ചാണ് കിട്ടിയത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് കുറച്ചുകൂടി എടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി നാളെ രാവിലെ ചെയ്യണം. തീരെ കുറച്ചാണ് ഞാനെടുത്ത് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കി ഉണ്ടായിരുന്നത് കൂടി നമ്മൾ കത്തിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺമഷി കിട്ടിയ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൺമഷി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബ്ലാക്ക് പേൾ വാങ്ങിച്ചിരുന്ന ചെറിയൊരു ചെപ്പാണ് കേട്ടോ. അപ്പോൾ ആ പേളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതാണ് എൻ്റെ കൺമഷി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കൺമഷി കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ,
വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ബ്ലാക്ക് കളറാണ്, നല്ല കരി പോലെ ഇരിക്കുന്ന കൺമഷിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള ഞാൻ ആദ്യം എൻ്റെ അമ്മക്കും പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടും, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ നേരം അതിൻ്റെ ആ ഒരു കറുത്ത നിറം നഷ്ടപ്പെടാതിരിക്കും കേട്ടോ. നല്ലൊരു കൺമഷിയാണ്. അപ്പോൾ ഈ ഒരു കൺമഷി നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ കൺപീലി വളരാനും അതുപോലെ തന്നെ നമ്മുടെ പുരികത്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പുരികമൊക്കെ വളരാനൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന വിദഗ്ധമായിട്ടുള്ളൊരു വഴിയാണ് ഈ ഒരു കൺമഷി. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രമേൽ കണ്ണിന് ഗുണം ചെയ്യുന്ന സംഗതികളാണ്. കയ്യുണ്ണി അഥവാ കയ്യോമി, ഭൃംഗരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയുമല്ലേ, ഭൃംഗരാജ് അഥവാ തുളസി, അതുപോലെ തന്നെ പനിക്കുറുക്ക, ഇതെല്ലാം തന്നെ നമ്മുടെ കണ്ണിന് കൺപീലി വളരാനും പിന്നെ അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു കറുപ്പൊക്കെ നമുക്ക് നന്നായിട്ട് കറുപ്പൊക്കെ കിട്ടാനൊക്കെ കൂടുതലായിട്ട് ഉപകരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺമഷി എങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ കൺമഷി എഴുതുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ കൈകളിൽ കുറച്ച് ആ ഒരു കൺമഷി ഇങ്ങനെ ചാലിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈകളിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി പറ്റും. നല്ല കുളിർമയാണ് ഈ ഒരു കൺമഷി എഴുതി കഴിയുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ദേ ഇവിടെ കൺമഷിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കറുത്ത ഒരു നിറം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, വെറുതെ കള്ളം പറയുന്നതല്ല. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് 100% കിട്ടും എന്നുള്ള കാര്യം എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുകളിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അടിയിൽ നമ്മൾ ഈ ഒരു കൺമഷി വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ ഒരു രാമായണ മാസം നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും മാക്സിമം കാണാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ല അടിപൊളി രാമായണ മാസം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം പൊള്ളിയാക്കുക. അപ്പോൾ ഇനിയും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം. ബൈ ഫ്രം യുവർ ഡ്രീമിംഗ് ഗേൾ ഫ്രം കൊച്ചി. ബൈ.